ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സെറമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ സെറം. അപ്പോൾ മുടിക്ക് നല്ല ഉള്ളുണ്ടാവാൻ, അതുപോലെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും അത് നന്നായിട്ട് കട്ടിയായിട്ട് വളരാനൊക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെയർ സെറം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്നിവിടെ ഹെയർ സെറം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടിക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടിയിൽ ഉണ്ടാവുന്ന ആ ഒരു പൊട്ടിപ്പോവലും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടാനായിട്ട് ഫ്ലാക്സ് സീഡ് ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവർ ഇപ്പോൾ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റ് ഒന്നും ഇതിന് കൊടുക്കണ്ട. ഇപ്പോൾ സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് കാശ് നമുക്ക് ഇതിലാവും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ കുറച്ച് കാശ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഫ്ലാക്സ് സീഡ് മാത്രമല്ല വേണ്ടത്, അതിൻ്റെ കൂടെ ചെമ്പരത്തി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. അങ്ങനെ ചെമ്പരത്തി എടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താണ് ഉള്ളത് അത് വെച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തിയും പിന്നെ അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഇത്. അപ്പോൾ കറ്റാർവാഴ ഇല്ലെങ്കിൽ കറ്റാർവാഴയുടെ ആ ഒരു നമ്മുടെ ഹെയറിൽ പുരട്ടുന്ന ആ ഒരു ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ കറ്റാർവാഴയുടെ അങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു ജെല്ല് വാങ്ങിക്കാം. സ്കിന്നിനും ഉണ്ടാവും, അതുപോലെ നമ്മുടെ ഹെയറിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ജെല്ല് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ, ഇനിയിപ്പോൾ ചെമ്പരത്തിയും ഉലുവയും മാത്രം ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാം ഈ ഒരു സെറത്തിന് വേണ്ടി. അപ്പോൾ ഞാനിവിടെ എള്ളും അതുപോലെ കരിഞ്ജീരകവും ഉലുവ അതുപോലെ ഫ്ലാക്സ് സീഡ് കറ്റാർവാഴ ജെല്ല് ചെമ്പരത്തി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെറം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എള്ളും അതുപോലെ ഉലുവ അതുപോലെ കരിഞ്ജീരകം ഫ്ലാക്സ് സീഡൊക്കെ നമുക്ക് ഒരു അരിപ്പയിലിട്ടിട്ട് കഴുകി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെമ്പരത്തിപ്പൂ അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ ഒരു ഹെയർ സെറം റെഡിയാവും. അപ്പോൾ ഈ ഒരു ഹെയർ സെറം നമുക്ക് റെഡിയായി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നമ്മുടെ മുടിക്ക് വളരെ ബെസ്റ്റാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ ഒത്തിരി സഹായിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫ്ലാക്സ് സീഡും മാത്രം നമുക്ക് ഫ്ലാക്സ് സീഡ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ വളരെ ചിലപ്പോൾ ചെമ്പരത്തിപ്പൂ മാത്രം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉലുവ മാത്രം ഉണ്ടായിരിക്കാം. അപ്പോൾ ഉലുവയും ഈ ഒരു ചെമ്പരത്തിപ്പൂവും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഹെയർ സെറം തയ്യാറാക്കാം. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പിന്നെ ഞാനിപ്പോൾ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടാൽ വളരെ മുടിക്ക് ബെസ്റ്റാണ്. നന്നായിട്ട് വളരെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. പിന്നെ ഇത് ചീത്തയാവാതിരിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഡെയിലി നമുക്ക് വേണമെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയിൽ ഒന്ന് പുരട്ടിയാൽ മതി ഹെയർ സെറം. അപ്പോൾ മുടിക്ക് നന്നായിട്ട് വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനൊക്കെ ഈ ഒരു സെറം നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഇത്തിരി കട്ടി കൂടിപ്പോയി, കാരണം ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തത് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വൈറ്റമിൻ ഇയുടെ ഗുളികയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ സെറം റെഡിയായി. അപ്പം നമ്മളിതൊരു ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനലൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.